GLPS പയ്യനടം സ്കൂൾ റേഡിയോ. പ്രിയ കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഏവർക്കും കഥാമൃതത്തിൻ്റെ 5 ദിവസത്തിലേക്ക് സ്നേഹസമ്പൂർണമായ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. ഈ ഭൂമിയും പരിസ്ഥിതിയും നശിക്കാതെ നിലനിൽക്കേണ്ടത് ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. മനുഷ്യൻ നിരന്തരമായി ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഭൂമിയുടെ നാശം ആസന്നമാണ്. ഈ കാഴ്ച കണ്ട് ഹൃദയം നൊന്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എഴുതിയ അതിമനോഹരമായ ഒരു കവിതയുണ്ട്, ഭൂമിക്ക് ഒരു ചരമഗീതം. ഈ കവി ആരെന്ന് കൂട്ടുകാർക്കറിയാമോ? അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ONV കുറുപ്പ് സാർ തന്നെ. ഇന്നത്തെ കഥാമൃതം സഞ്ചരിക്കുന്നത് അതിമനോഹരമായ ഈ കവിതയിലെ കുറച്ച് വരികളിലൂടെയാണ്. കൂട്ടുകാരെ, കവിതയും കഥയും ആസ്വദിക്കാൻ തയ്യാറല്ലേ? ഇനിയും മരിക്കാത്ത ഭൂമിക്ക് ചരമഗീതം പാടുന്ന ഈ കവിതയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭൂമിക്ക് ഒരു ചരമഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. അല്ലയോ പ്രിയപ്പെട്ട ഭൂമി, നീ ഇനിയും മരിച്ചിട്ടില്ല. പക്ഷേ നിന്റെ മരണം ആസന്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ആ മരണത്തിൽ അന്ന് കരയുവാൻ ഇവിടെ ആരും തന്നെ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് നിന്റെയും എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ ഞാൻ ഈ ഗീതം കുറിച്ചിടുകയാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ, ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും, ഈ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. മരണത്തിൻ്റെ ഒരു കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൽ നീ മരവിച്ചു പോകുമ്പോൾ, നിന്റെ ജീവനറ്റു പോകുമ്പോൾ, നിന്നെക്കുറിച്ചോർത്ത് വിലപിക്കുവാൻ ഇവിടെ ആരും തന്നെ അവശേഷിക്കുകയില്ല. കാരണം നീ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ മക്കളായ ഞങ്ങളെല്ലാവരും നശിച്ചിരിക്കും. ഭൂമിയിൽ ജീവൻ ഇല്ലാതെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇപ്പോഴേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഗീതം കുറിച്ചിടുകയാണ്. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പന്തിരുകുലം പെറ്റ പറയിക്കും അമ്മ നീ തന്നെയാണ്. ഈ ഭൂമിയിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പെറ്റു വളർത്തിയത് നീ തന്നെയാണ്. അവർക്ക് അമ്മയായതും നീ തന്നെയാണ്. എന്താണ് ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത? അതിൽ എണ്ണിയാൽ തീരാത്ത അത്രയും ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. പരസ്പരം സ്നേഹിക്കാത്ത, പരസ്പരം പോരാടുന്ന, ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്ന, ഇങ്ങനെ വളരെ ദുഃഖപൂർണമായ ഒരുപാട് വേദനകൾ നൽകുന്ന ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നിന്റെ മക്കൾ പരസ്പരം പോരടിക്കുന്നതും ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കാണുമ്പോൾ മറ്റാരും കാണാതെ നീ കണ്ണീരൊഴുക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. പരസ്പരം കൊന്ന് മുടിച്ചതും മതിയാകാതെ എല്ലാവർക്കും അമ്മയായ നിന്നെ തന്നെ അല്പാൽപമായി അവർ തിമർക്കാൻ തുടങ്ങിയപ്പോഴും ഒന്നും വിലക്കാതെ, അരുതെന്ന് പറയാതെ സർവം സഹയായി നീ സഹിച്ചുകൊണ്ടേയിരുന്നു. ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്ത ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി നീ ഒരുക്കി വെച്ച
പുഴകളെയും മലകളെയുമൊക്കെ നശിപ്പിച്ചുകൊണ്ട് നീ ജീവന് വേണ്ടി കാത്തുവച്ച ഹരിത മൃദുകഞ്ചുകത്തെ നീ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകിയ അരുമയായ മുലപ്പാൽ, ഇവിടെയുള്ള ഈ ശുദ്ധജലത്തെ കുടിച്ചുകൊണ്ട് ഇവിടെ കൊഴുത്തു വളർന്നവർക്ക് ഒരു ദാഹമുണ്ടായി. ഒടുക്കത്ത ദാഹമായിരുന്നു അത്. എന്തായിരുന്നു? നിന്റെ ഹൃദയരക്തം കുടിക്കുന്നതിനു വേണ്ടി. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊര ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉതിരമവർ മോന്തി ആടിത്തിമർക്കും തിമർപ്പുകളിലെങ്ങ് ആർത്തലയ്ക്കുന്നു പ്രതിതാളം. സൂര്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായ ഇഷ്ടവധുവായ നിനക്ക് മാത്രമാണ് ഈ പച്ചപ്പുള്ളത്. ഇവിടെ മാത്രമാണ് വായുവും അതുപോലെ ജലവുമുള്ളത്. ഇവിടെ മാത്രമാണ് ജീവൻ്റെ കണങ്ങളുള്ളത്. നിന്നെ ഏറെ സ്നേഹിക്കുന്ന സൂര്യൻ നിനക്ക് നൽകിയ ചിത്രപട കഞ്ചുകത്തെ വലിച്ചു ചിന്തിക്കൊണ്ട് നിന്റെ നഗ്നമായ ശരീരത്തിൽ നഖം താഴ്ത്തി നിന്റെ മക്കളായ മനുഷ്യർ ആ മുറിവുകളിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ മോന്തി മോന്തി കുടിച്ച് നിന്റെ മരണത്തെ ഉറപ്പാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആർത്തലയ്ക്കുന്ന മൃതിതാളം നിന്റെ ശരീരത്തിലെവിടെയും പടരുന്നത് ഞാൻ കണ്ടറിയുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ മൃതിശാന്തി ഗീതം. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉതകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്കമൃതശാന്തി. അല്ലയോ പ്രിയപ്പെട്ട ഭൂമി, നീ ഇനിയും മരിച്ചിട്ടില്ല. പക്ഷെ നിന്റെ മരണം ആസന്നമാണെന്ന് എനിക്കറിയാം. അന്ന് നിനക്ക് വേണ്ടി വിലപിക്കാൻ ഇവിടെ ആരും അവശേഷിക്കാത്തത് കൊണ്ട് തന്നെ നിന്റെ മരണത്തിൽ ഞാൻ വിലപിച്ചുകൊണ്ട് ഈ കവിത നിന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. നിന്റെ മരണത്തിൽ നിനക്ക് ആത്മശാന്തി നേരുകയാണ്. നിന്റെ മൃതിയിൽ നിനക്ക് അമൃതശാന്തി നേരുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഭൂമിയെ ഒരു കേടും കൂടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വരാൻ പോകുന്ന തലമുറകളിൽ നിന്നും കടം കൊണ്ട ഈ ഭൂമിയെ അവർക്ക് ഒരു പോറലും പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. ഏവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കഥാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു.